ഹലോ, ഇതേ അപ്പോൾ നമ്മുടെ വർക്കല രണ്ടാമത്തെ ദിവസമാണെന്നും നമ്മൾ രാവിലെ തന്നെ 7 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു ചെറിയ കട്ടനൊക്കെ അടിച്ച്, പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കടലിൻ്റെ അവിടെ. ഇന്നലെ നമ്മൾ കയറാൻ പറ്റില്ല, അതൊക്കെ തന്നെ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവാണ്. അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിച്ച് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല. ഇന്ന് തിരിച്ച് വീട്ടിൽ പോകണോ അതോ വേറെ എവിടെയെങ്കിലും പോകണോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം, മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ കോഫി കുടിക്കാൻ വന്നു. കോഫി കുടിച്ചിട്ട് നമുക്ക് താഴെ ആക്ടിവിറ്റീസിലോട്ട് പോവാം. ഹലോ, അപ്പം നമ്മൾ മോർണിംഗ് ഒരു കോഫി കുടിച്ചിട്ട് ബീച്ചിലോട്ട് വന്നേക്കാണ്. ഇവിടെ നമുക്ക് മോർണിംഗ് ഒരു 7 മണിക്ക് തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോവാം. ബാ. നല്ല ചൂടുണ്ട് ഗൈസ്, രാവിലെ തന്നെ നല്ല വെയിലാണ്. സോ നമ്മുടെ വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറാൻ പോവുകയാണ്. പേടിയുണ്ടോ? അതെ, ക്യാമറ കൈയുണ്ട്, എൻ്റെ ഒരു പേടിയുണ്ട്. ക്യാമറ വല്ലതും നനയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പണി കിട്ടും. നമ്മുടെ DJ ആണ്. ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നവർ നമ്മൾ ഏത് ക്യാമറ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ DJ Pocket 3 ആണ്. അതിൻ്റെ ഫുൾ സ്പെക്കും കാര്യങ്ങൾ റിവ്യൂ ഒക്കെ നമ്മുടെ വേറെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണണം. അതെ, വ്ളോഗിങ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ആ ക്യാമറ സൂപ്പർ ക്യാമറ ആണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്ക് കുറച്ച് നേരം ഇത് എക്സ്പ്ലോർ ചെയ്യാം. ഒരു വലിയ തിര വരുന്നുണ്ട്, കയ്യിൽ ക്യാമറ ഇരിക്കണതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. കുഴപ്പമില്ല, മാനേജ് ചെയ്യുമെന്ന് തോന്നുന്നു. അതിനായിട്ട് വലിയ തിരയാണല്ലേ. ഞങ്ങൾക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ദൂരം പോയപ്പോഴത്തേനും എന്തോ ഒരു നെഗറ്റിവിറ്റി ഫീൽ ആയിരുന്നു. അത് ഈ പാലത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടാണോ അതോ അന്ന് വേവ്സ് കൂടുതലായിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരായിരുന്നു. പിന്നെ അന്ന് ഈവനിങ് ആയിരുന്നു ഞങ്ങൾ ന്യൂസിൽ വർക്കല ബ്രിഡ്ജ് തകർന്നു എന്നുള്ള ഈ ഒരു വാർത്ത കേൾക്കുന്നത്. കേട്ടപ്പോൾ ശരിക്കും ഷോക്കായിപ്പോയി. അപ്പോൾ ഇനി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നവർ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് കയറുന്നതായിരിക്കും ബെറ്റർ. மெதுவாக கொடுத்தாலே போதும். ரொம்ப ஸ்பீடு வேணாம். ഇതാ ആക്സിലേറ്ററാണോ? இதான் ഓക്കെ, மெதுவாக கொடுத்தாலே போதும். നമ്മളിവിടെ മണ്ണിൽ ഓടിക്കണേ. ഇതിൻ്റെ പേരെന്തോ? AVT ATV AVT തേയിലാണല്ലേ? ATV ആണോ? ATV ഇതാ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്? അന്ത സൈഡാ? ഓക്കെ. ഓക്കെ, ആമാ இந்த റൂട്ടിൽ നല്ല എക്സ്പീരിയൻസ് ആട്ടാ, അടിപൊളിയാ. പറപ്പിച്ചു വിടാ, പറപ്പിച്ചു
കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആണ്. എന്തോ പറയാനാ, വണ്ടി ഓടിക്കുന്ന കോൺസെൻട്രേഷനിലായി പോയി. മണ്ണാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കേട്ടോ ഇങ്ങനത്തെ ഒരു വണ്ടി ഓടിക്കുന്നത്. നമ്മളെ ATV അല്ലേ, ATV ഓടിക്കുന്ന ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നോക്കാം. പേരെന്തോണ്ണ? കന്ദസ്വാമി. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ സേഫിന് വേണ്ടി കന്ദസ്വാമി അണ്ണനുണ്ട്. എന്താ പറഞ്ഞ? രാമേശ്വരം. കാണാൻ ഭയങ്കര സിമ്പിൾ എന്ന് വെച്ചാൽ മണ്ണി ഓടിക്കാൻ ഇച്ചിരി പാടുണ്ട്. പിന്നെ നമ്മളെ റോഡ് ഇതിനെക്കാട്ടി ഭയങ്കര സെറ്റപ്പ് അല്ലേ, ഇതിനെക്കാട്ടി ഭയങ്കര കുഴിയും മണ്ണൊക്കെ അല്ലേ. സോ നമ്മളെ സഹായിക്കാൻ കന്ദസ്വാമി അണ്ണൻ ക്യാമറ ഷൂട്ട് ചെയ്യാണ്. നല്ല എക്സ്പീരിയൻസ് ആണിത്, ഉറപ്പായി ട്രൈ ചെയ്യുക. പിന്നെ വർക്കല അറിയാലോ, വർക്കല സത്യം പറഞ്ഞാൽ പൊളിയാം. ഓരോ പ്രാവശ്യം വർക്കലൊക്കെ വരുമ്പോൾ ഓരോ ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ പുതിയ കാര്യങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ കേരളത്തിൽ വർക്കല ഒരു ഒർത്ത് കാര്യം തന്നെയാണ്. ധൈര്യത്തോടെ വിട്ടോ എവിടെ നിന്നായാലും. ഓക്കെ, ആണോ? ഇവിടെ ഇത് മാത്രമല്ല, ഇവിടെ ബനാന റൈഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ കയറി ഇരുന്നിട്ട് ബോട്ടിൽ വലിച്ചുകൊണ്ട് പോകില്ല ഇങ്ങനെ. നമുക്ക് കയറാൻ പറ്റില്ല, കാരണം ക്യാമറ ഉണ്ട്. അതെ, നമ്മൾ കയറിയാലും ഗോപ്രോ ഒക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. സോ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ഗോപ്രോ വാങ്ങണം സൂപ്പർ ഡ്യൂപ്പർ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് വിട്ട് വെക്കുകയാണ്. വെള്ളത്തിലുള്ള കളി നമുക്ക് ക്യാമറയ്ക്കും പറ്റില്ല. ഓക്കെ, സോ ഇതാണ് ബനാന റൈഡ്. ഇത് താല്പര്യമുള്ളവർ ഇവിടെ വരുമ്പം ഇത് ട്രൈ ചെയ്യുക. സോ നമുക്ക് ബനാന റൈഡിങ് മാത്രമല്ല, ഇവിടെ സോഫ റൈഡിങ്ങും ഉണ്ട്. സോഫ റൈഡിംഗ് എന്ന് പറയുമ്പോഴത്തേനും സോഫ റൈഡ് ബനാന റൈഡ് നമ്മൾ നേരെ പോകും. ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ നേരെ പോകും. ഇതെന്ന് വെച്ചാൽ ഇതിനകത്ത് കറങ്ങി റൗണ്ട് ആയിട്ട് പോകും. സോ ഇങ്ങനത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ താല്പര്യമുള്ളവർക്ക് വർക്കല ധൈര്യത്തോടെ വരാം. ഇവിടെ ഇതിൻ്റെ പരിപാടി ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ വന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇല്ലായിരുന്നു. അതെ, ഇതിപ്പോൾ ജനുവരി ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഒരുപാട് ആക്ടിവിറ്റീസും പരിപാടികളൊക്കെ വരുമെന്നാണ് ഇവിടെ വരുന്നതാണ്. ഒരു മിനി ഗോവ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗോവ ആയിക്കൊണ്ടിരിക്കുന്നു പറയാം വർക്കല. കാരണം കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഭയങ്കര റയറാണ്. എനിക്കറിയില്ല, അതെ, ഇത്ര ആക്ടിവിറ്റീസും കടലും, നല്ല കടലാണ്, നല്ല ബീച്ചാണ്, നല്ല റെസ്റ്റോറൻറ്റ്, നല്ല ഫുഡ് ഉണ്ട്. സോ വർക്കല പ്ലാൻ ചെയ്യുന്നവർ വർത്താണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും പ്ലാൻ ചെയ്യാം. എങ്ങനെയാണോ പ്ലാൻ ചെയ്യാം, പുറത്താണ്. അതെ, നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങിപ്പോയതുപോലെ അല്ല കയറുന്ന ആരും. ഇന്നലത്തെ പോലെ തന്നെ ഒത്തിരി പടികൾ കയറാനുണ്ട്. വലിയ ടാസ്ക്കാണ്. ഇതിൻ്റെ ക്ഷീണം മാറാനായിട്ട് നമുക്ക് എന്തായാലും മേളിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. വാ. ഹായ്. അപ്പോൾ ആംബിയൻസ് ഉണ്ടല്ലേ, അടിപൊളി ആംബിയൻസ് ആണ്. ഇവിടെ മാത്രമല്ല, ഇവിടുത്തെ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും നല്ല കിടില ആംബിയൻസ് ആണ്, നല്ല ഫുഡും കിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും ക്ലഫ് റെസ്റ്റോറൻറ്റിൽ എത്തി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്റ്റീക്ക് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റുമാണ്. നിങ്ങളും ഈ റെസ്റ്റോറൻറ്റിൽ വരികയാണെങ്കിൽ ഇതുപോലെയുള്ള സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക. അടിപൊളിയാണ്. നമുക്ക് എന്തായാലും ഫുഡ് വന്നിട്ട് ഫുഡ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലഫ് ഫോർട്ടിയിലെ ബ്രേക്ക്ഫാസ്റ്റിൽ കുറേ ലിസ്റ്റ് ഉണ്ട്. നമുക്കിവിടെ സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ നമ്മുടെ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, പുതുതായിട്ടൊന്നും ട്രൈ ചെയ്തില്ല. നമ്മൾ എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മാത്രമാണ് നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഇത് പിക്ക് ചെയ്ത് കഴിക്കാനും ഒക്കെ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒന്ന് സ്റ്റീക്ക് ബ്രേക്ക്ഫാസ്റ്റാണ്. അതിൽ കുറേ ഐറ്റം വരുന്നുണ്ട്. ഒരു സെറ്റ് പോലെ വരുന്നത് എഗ് സ്ക്രാമ്പിൾഡ്, നമുക്ക് ഇഷ്ടമുള്ള രീതിക്കൊക്കെ തരും. എഗ്ഗിൽ തന്നെ 4-4 വെറൈറ്റി ഒക്കെ അവർ എങ്ങനെയാണോ ചെയ്ത് തരും. പിന്നെ സ്റ്റീക്ക് ഉണ്ടാവും, ബീഫ് സ്റ്റീക്ക് ഉണ്ട്, ചിക്കൻ സ്റ്റീക്ക് ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ബീഫ് സ്റ്റീക്കാണ്. പിന്നെ നമുക്ക് ബട്ടർ ജാം, അങ്ങനെ പൊട്ടറ്റോ, സോസ്ഡ് പൊട്ടറ്റോ, അങ്ങനെ കുറേ ടീ, കോഫി അങ്ങനത്തെ ഉണ്ട്. ഇത് ഒരു സെറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു സെറ്റ് സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് നമുക്ക് ജ്യൂസ് ഓർഡർ ചെയ്യാം, ജ്യൂസോ ടീ ഓർഡർ ചെയ്യാം. അല്ല, ടീ ജ്യൂസും വരുന്നുണ്ട്. ഓക്കെ, ജ്യൂസ് നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അതിൽ ബട്ടർ ജാം, പിന്നെ സ്പാനിഷ് ഓംപ്ലേറ്റ് വരുന്നുണ്ട്. ഒരു സ്പാനിഷ് ഫ്ലേവേർഡ് ഫുഡാണ്. നമുക്ക് ട്രൈ ചെയ്യാം. ജ്യൂസ് വന്നിട്ടുണ്ട്, നോക്കാം. ആക്ച്വലി ബീച്ചിൽ നിന്ന് താഴെ നിന്ന് ഷൂട്ട് ചെയ്തും ഒരുപാട് ആക്ടിവിറ്റീസ് കഴിഞ്ഞ് തളർന്നു. ആ പടിയൊക്കെ കയറി വരുമ്പം എൻ്റെ ഒരു രക്ഷയില്ല, ക്ഷീണിച്ചിട്ട് ഇവിടെ വന്നിരുന്നു. ഈ വിഷ്വലിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. ഈ വിഷ്വൽ ഇങ്ങനെ കണ്ടു. നമ്മൾ നേരെ ഫ്രണ്ട് ഇരിക്കുന്ന കടലെന്ന് വെച്ചാൽ കടലിൻ്റെ കളറൊക്കെ അടിപൊളിയാണ്. രാവിലെ ഈ കടലും കണ്ട് ഇങ്ങനെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ആ ഫീല്
അടിപൊളിയാണ്. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്, ഇച്ചിരി ഹെവി ആയിട്ടാ. ഓക്കെ, നമുക്ക് ഈ സംഭവമൊക്കെ വെച്ച് കഴിക്കുന്ന അടിപൊളിയാണ്. പക്ഷേ നമുക്ക് കൈ കൊണ്ടെടുത്ത് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റും വരുള്ളൂ, നിങ്ങളെയും കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ തക്കാലത്തേക്ക് ഈ സംഭവം മാറ്റി വയ്ക്കുവാണ്. സോ മുട്ട നമ്മളെ നാട്ടിൽ നിന്ന് ബുൾസൈ, ഇവരോട് ചോദിച്ചാൽ ഇവർ പറഞ്ഞ എന്തോ പേര്, ഗ്രിൽഡ് എഗ്. ഈ സാധനത്തിന് വേണ്ടിയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഓർഡർ ചെയ്യണത്. സ്റ്റീക്കാണ്, പക്ഷേ ഇന്ന് ഈ പ്രാവശ്യം വാങ്ങിയപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട് തോന്നുന്നു. ഇച്ചിരി ഡ്രൈ ആണ്. ചൂടും നമുക്കേ നമ്മളെ രീതിയിൽ നിന്ന് മാറ്റാൻ പറ്റില്ലല്ലോ. നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട്, ടോസ്റ്റ് ചെയ്ത ബ്രെഡ് എടുത്തിട്ട് അതിൽ മുട്ട വെച്ചിട്ട് അതിൽ കുറച്ച് സവാള ഇങ്ങനെ വെച്ചിട്ട് അതിൽ കുറച്ച് ഒരു പൊട്ടറ്റോ ചിപ്സൊക്കെ വെച്ചിട്ട് എൻ്റെ രീതിക്ക് അതിൻ്റെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ മാറ്റുവാണ്. അതിൽ കുറച്ചതേ സ്റ്റീക്ക് ഇങ്ങനെ വെച്ചിട്ട്, സ്റ്റീക്ക് ഇങ്ങനെ വെച്ചിട്ട് ലേശം ബട്ടർ തരുമോ? അത് ലേശം ബട്ടർ വെച്ചിട്ട് കഴിച്ചു നോക്കാം. ഇങ്ങനെയല്ല ഇത് കഴിക്കാനുള്ള, പക്ഷേ സൂപ്പർ ഡ്യൂപ്പർ നമ്മളിങ്ങനെ കഴിക്കുള്ളൂ. എങ്ങനെയുണ്ട്? അത് സോസ് കിട്ടിയ ബെറ്ററാണ്, കുറച്ചുകൂടി സോസ്. കാരണം ഭയങ്കര എരിവില്ല, ഒട്ടും എരിവില്ല, സ്പൈസസ് ആയിട്ട് ഒട്ടുമില്ല. ബട്ടറിൻ്റെ ആ ടേസ്റ്റും നമ്മളെ എഗ്ഗും സ്റ്റീക്കൊക്കെ ഇരിക്കേണ്ട ആ ടേസ്റ്റ് ഉള്ളൂ. ഇച്ചിരി സോസ് ഉണ്ട്, ഇച്ചിരി പുളിയൊക്കെ കിട്ടിയാൽ നമുക്കൊരു സെറ്റ് ആവുള്ളൂ. അടിപൊളിയാ, ഇത് അടിപൊളിയാ. ചീസ് സ്പാനിഷ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റീക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഷ്ടമായത്. ആണോ? പക്ഷെ എനിക്ക് എഗ്ഗ് ഭയങ്കര ഇഷ്ടമായി. നല്ലതാണോ? അങ്ങനെ നമ്മുടെ വർക്കല ക്ലിഫിലെ വിശേഷവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഫുഡായാലും ഇവിടെ ആക്ടിവിറ്റീസ് ആയാലും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേരത്തെ പ്ലാൻ ചെയ്യാൻ യൂസ് ആവും എന്നൊക്കെ വിചാരിക്കുന്നു നമ്മുടെ വീഡിയോസ്. സോ നമുക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഭയങ്കര ആവശ്യമാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. സപ്പോർട്ട് ഭയങ്കര ആവശ്യമാണ്. സോ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പുതിയൊരു കണ്ടന്റോ അല്ലെങ്കിൽ ഈ വർക്കലയുടെ തന്നെ ഒരു കിട്ടുള്ള സീരീസോ വീണ്ടും വരും. സോ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.